നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ, അതിലെ ഐസോസ്ലസ് ട്രയാങ്കിൾസ് അഥവാ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോസ്ലസ് ട്രയാങ്കിൾസ് അഥവാ സമപാർശ്വ ത്രികോണങ്ങൾ. എന്താണ് ഐസോസ്ലസ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ? ഐസോസ്ലസ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനെ ഐസോസ്ലസ് ട്രയാങ്കിൾസ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയും. ഇനി ഇവിടെ നോക്കുക, ഇവിടെ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾസ് ഒന്ന് നോക്കുക. ആദ്യത്തെ നോക്കുക, ഇതിന്റെ രണ്ട് സൈഡ്സ് 5 സെന്റിമീറ്റർ ആണ്, മൂന്നാമത്തെ സൈഡ് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഇതിൽ നോക്കുക, ഇത് രണ്ടും 6 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. ഇവിടെ രണ്ട് സൈഡ്സ് ഈക്വൽ അല്ലേ, അതുകൊണ്ട് തന്നെ ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. ഇവിടെ നോക്ക്, ഇത് 4 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. അപ്പൊ ഇതെന്താണ്? ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ഇനി ഈ ഐസോസ്ലസ് ട്രയാങ്കിൾസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐസോസ്ലസ് ട്രയാങ്കിൾസിന് രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ നോക്ക്, ഈ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈ 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും ഈക്വൽ? ഈ 6ന് ഓപ്പോസിറ്റ് വരുന്ന ഇതും അതുപോലെ ഈ 6ന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ട്രയാങ്കിളിലെ ഈക്വൽ സൈഡ്സ് ഇതാണ് അല്ലെ, 4 4. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇനി ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? അതാണ് അടുത്ത ഇത്. നമുക്ക് ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾസിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. അത് എങ്ങനെയാണ് ഈക്വൽ ആവുന്നതിന്റെ പ്രൂഫ് നോക്കാം. അപ്പൊ ഇവിടെ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി. ഈ എ ബിയും എ സിയും ഈക്വൽ ആണ്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അത് തെളിയിക്കാനായിട്ട് ഇവിടെ ഈ ബി സിയുടെ മിഡ് പോയിന്റിൽ നിന്ന് ഈ എ എന്നുള്ള വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇത് മിഡ് പോയിന്റ് ആണ്, അതുകൊണ്ട് തന്നെ ബി എം ഇസ് ഈക്വൽ ടു എന്താണ്? എം സി ആണ്. ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതിന് നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുമ്പം അതായത് രണ്ട് ട്രയാങ്കിൾസ് മീൻസ് എ എം ബി ആൻഡ് എ എം സി. അപ്പം ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് എ എം. അതുപോലെ എ ബിയും എ സിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണെന്ന് ആദ്യമേ പറയുന്നുണ്ട്. പിന്നെ എന്താണ്? ബി എം ഇസ് ഈക്വൽ ടു സി എം. എന്താണ്? എം ബി സിയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഏത് റൂൾ വെച്ചിട്ടാണ്? 3 സൈഡ്സും ഈക്വൽ ആണ്, അതായത് എസ് റൂൾ വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. അതായത് ഈ രണ്ട് ട്രയാങ്കിളിനും വരുന്ന സൈഡാണ് എ എം. അപ്പൊ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ എ എമ്മിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ട്രയാങ്കിളിൽ വരുന്ന ആംഗിൾ ഇതാണ്, ആംഗിൾ ബി. അതുപോലെ ഈ ട്രയാങ്കിളിൽ എ എമ്മിന് ഓപ്പോസിറ്റ് വരുന്നത് സി ആണ്. ദെർഫോർ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. ഇൻ ട്രയാങ്കിൾ എ എം ബി ആൻഡ് ട്രയാങ്കിൾ എ എം സി, എ ബി ഈക്വൽ എ സി. ഇതെന്താണ്? തന്നിട്ടുള്ളതാണ്, ഗിവൺ. ഇനി കോമൺ സൈഡ് എന്താണ്? എ എം. എ എം ഇസ് ഈക്വൽ ടു എ എം കോമൺ സൈഡ്.
ഇനി അടുത്തത് എന്താണ്? ബി എം ഇസ് ഈക്വൽ ടു സി എം. ബി എം ഇസ് ഈക്വൽ ടു സി എം എന്താണ്? എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ദർഫോർ ട്രയാങ്കിൾ, ഇവിടെ 3 സൈഡ്സും ഈക്വൽ ആണ് അല്ലേ? ദർഫോർ ട്രയാങ്കിൾ എ എം ബി ആൻഡ് ട്രയാങ്കിൾ എ എം സി ആർ ഈക്വൽ ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് തെളിയിച്ച്. ഇനി അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. കാരണം ഈ 2 ട്രയാങ്കിളിലും കോമൺ സൈഡ് ഇതാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ബി ആണ്. ഇവിടെ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സി ആണ്. ദെയർഫോർ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ പ്രൂഫായില്ലേ? അതായത് ഒരു ഐസോസലസ് ട്രയാങ്കിൾസിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ തുല്യമായിരിക്കും. അതിന്റെ പ്രൂഫാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഐസോസലസ് ട്രയാങ്കിളിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തെ കുറിച്ചിട്ട് അറിയേണ്ട അടുത്തൊരു പോയിന്റ് പറയാം. ഇതിപ്പോൾ ഒരു ഐസോസലസ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എ ബി സി. ഇവിടെ ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണ്? എ ബിയും എ സിയുമാണ്. അപ്പം എയിൽ നിന്നും ഈ ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ അഥവാ ലംബം. അപ്പോൾ ഈ ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഈ ബി സി എന്നുള്ള സൈഡിനെ ബൈസെക്ട് ചെയ്യും. അതായത് എ എം ബി സിയെ സമഭാഗം ചെയ്യും. അതിന്റെ മീനിങ് എന്താണ്? എം എന്നുള്ളത് ബി സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ബി എം ഇസ് ഈക്വൽ ടു എം സി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ആംഗിളിനെയും ബൈസെക്ട് ചെയ്യും. അതായത് ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഒരു സമപാർശ്വ ത്രികോണത്തിൽ അതിൻ്റെ ഈ 2 സൈഡുകൾ തുല്യ സൈഡുകൾ. അപ്പൊ തുല്യമല്ലാത്ത സൈഡിലേക്ക് അതിന് ഓപ്പോസിറ്റുള്ള വെർട്ടെക്സിൽ നിന്ന് ഒരു ലംബം വരച്ചാൽ ആ ലംബം ഈ 3ാമത്തെ വശത്തെ സംഭാഗം ചെയ്യും. അതുപോലെ തന്നെ ഈ പെർപെൻഡിക്കുലർ ഈ ആംഗിളിനെ 2ആയിട്ട് ഭാഗിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ആ ആംഗിൾസും തുല്യമായിരിക്കും. അതായത് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏത് വരും? ആംഗിൾ ബി എ എം. ആംഗിൾ ബി എ എം is equal to angle CAM. ഇത് എങ്ങനെ വന്നാലാണ്? ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഇതിന് പെർപെൻഡിക്കുലർ ആയാൽ AM പെർപെൻഡിക്കുലർ ടു BC ആയാൽ ഉള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ബൈസെക്ട് ചെയ്യും. BM is equal to MC ആയിരിക്കും. അതുപോലെ ഈ ആംഗിളും തുല്യമായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ. അതായത് ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്താണ്? 3 സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്നത്, 3 വശങ്ങളും തുല്യമായി വരുന്ന ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എത്രയായിരിക്കും? 3 സൈഡ്സും തുല്യമാണെങ്കിൽ ഈ 3 ആംഗിളും ഈക്വൽ ആയിരിക്കൂലേ? ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. ഈ 3 ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? നമുക്കറിയാലോ 180 ഡിഗ്രി ആണെന്ന്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്താണ്? 180 ഡിഗ്രി. ഇത് 3ഉം തുല്യമായിരിക്കൂലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു എന്താണ്? 180/3 60 ഡിഗ്രി ആയിരിക്കും. ഇത് മനസ്സിലായില്ലേ? ഇത് അല്ലെങ്കിൽ വേറൊരു മെത്തേഡിൽ പറയാം. ഇപ്പം ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി ആണെങ്കിൽ എല്ലാം ഈക്വൽ അല്ലേ? ആംഗിൾ എ എക്സ്, ആംഗിൾ ബി എക്സ്, ആംഗിൾ സി എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ്, ആംഗിൾ എ എക്സ് ഡിഗ്രി, ആംഗിൾ ബി എക്സ് ഡിഗ്രി, ആംഗിൾ സി എക്സ് ഡിഗ്രി is equal to 180. 3x is equal to 180. Therefore x is equal to 180 divided by 3. അതായത് 60 ഡിഗ്രി. അപ്പോൾ എന്താ പഠിച്ചത്? ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഓരോ കോണും
60 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദ ആംഗിൾസ് ഇൻ ഈച്ച് ഓഫ് ദ ഐസോസെലസ് ട്രയാങ്കിൾസ് ബിലോ. ഇവിടെ ഓരോ ട്രയാങ്കിളിലും ഓരോ ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രയാങ്കിളിന് പേര് കൊടുത്ത് ബാക്കി ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ട്രയാങ്കിൾ എ ബി സിയിൽ എ ബിയും എ സിയും ഈക്വൽ ആണ്. ഈ ആംഗിൾ ബി 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എയും ആംഗിൾ സിയും ആണ്. അപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. കാരണം എന്താണ്? ഈ രണ്ട് സൈഡ്സും ആണ് ഈക്വൽ സൈഡ്സ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു എന്താണ്? 30 ഡിഗ്രി. ഇനി ആംഗിൾ എ കണ്ടുപിടിക്കണം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്താണ്? 180 ഡിഗ്രി. നമ്മൾക്ക് അറിയാം അല്ലേ ആംഗിൾ സം പ്രോപ്പർട്ടി. ഇനി ബിയും സിയും 30 ഡിഗ്രിയാണ്. ആംഗിൾ എ പ്ലസ് 30 പ്ലസ് 30 is equal to 180. Therefore, angle A is equal to 180. ഈ 30 plus 30 എന്താണ്? 60. Therefore, angle A is equal to 180 minus 60, 120 degree. ആംഗിൾ എ എന്താണ്? അപ്പോൾ 120 ഡിഗ്രി. ആംഗിൾ സി 30 ഡിഗ്രിയും ആംഗിൾ എ 120 ഡിഗ്രിയും. ഈ ട്രയാങ്കിൾ എ ബി സിയിൽ എ ബിയും എ സിയും ഈക്വൽ സൈഡ്സ് ആണ്. ഈ ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിൾ സിയും കണ്ടുപിടിക്കണം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കുമല്ലോ. കാരണം എന്താണ്? അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. ആംഗിൾ എ അറിയാം 40 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ നമുക്ക് പറയാം ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. Therefore 40 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിക്ക് പകരം ആംഗിൾ ബി എന്ന് എഴുതാമല്ലോ. കാരണം ഇത് രണ്ടും തുല്യമാണ്. 180 ഡിഗ്രി. 40 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി എന്താണ്? 2 ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. 2 ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180 മൈനസ് 40, അതായത് 140 ഡിഗ്രി. Therefore, ആംഗിൾ ബി എന്ത് വരും? 140 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പം ആംഗിൾ ബി എന്താണ്? 70 ഡിഗ്രി. ആംഗിൾ ബി 70 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സിയും എന്താണ്? 70 ഡിഗ്രിയാണ്. ആംഗിൾ സി ഓൾസോ 70 ഡിഗ്രി. അതായത് ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ഇത് ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ സിക്ക് പകരം ആംഗിൾ ബി എന്ന് എഴുതിയെന്ന് മാത്രം. ഇനി അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എന്താണ്? 180 മൈനസ് 40, അതായത് 140. ഇനി ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഇതിൻ്റെ പകുതിയായിരിക്കും 140 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ഒന്നില്ലെങ്കിൽ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി, അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ രീതിയിലും ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ബിയും ആംഗിൾ സിയും എത്ര കിട്ടി? 70 ഡിഗ്രി. അടുത്തത് നോക്കിയോ, ഇവിടെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ഈ ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ പേര് കൊടുക്കാം, എ ബി സി. അപ്പം ഏതൊക്കെ ആംഗിൾസ് ആയിരിക്കും ഈക്വൽ? ഈ രണ്ട് സൈഡ്സും അല്ലേ ഈക്വൽ. അപ്പം അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതൊക്കെയാണ്? ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ആയിരിക്കും. ഇനി 3 ആംഗിൾസും കൂടെ കൂട്ടി എഴുതാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി.
ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്താണ് 100 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 മൈനസ് 100. അതെന്ത് വരും? 80 ഡിഗ്രി. ഇനി ഇത് രണ്ടും ഈക്വൽ അല്ലേ? ദെയർഫോർ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 2 40 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. അടുത്ത ട്രയാങ്കിൾ നോക്കി, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈക്വൽ സൈഡ്സ് ഏതായിരിക്കും? ഈ ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സ് ഇത് രണ്ടും ആയിരിക്കും. ഇവിടെ പേര് കൊടുക്കാം, എ ബി സി. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ബി എന്താണ്? 90 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 മൈനസ് 90 ഡിഗ്രി. ഇനി എയും സിയും ഈക്വൽ അല്ലേ? ദെയർഫോർ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു ഇതിൻ്റെ പകുതിയായിരിക്കും, 90 ബൈ 2 45 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? 45 ഡിഗ്രിയാണ്.